ശശിധരൻ. ഭരതനായരുടെ മകനാണ്. ചാലക്കുടി കുറുവിലക്കാവിലുള്ള. ചേർത്തലയിലല്ലേനോ? അങ്ങനെയായിരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പക്ഷെ അവിടെ ഒന്നും അല്ല. ഇത് തന്നെയല്ലേ? ഇപ്പോഴാ ഞങ്ങളിതെല്ലാം അറിയുന്നത്. അധികം സമയം കളയാല്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. വേഗം ഇങ്ങോട്ട് വണ്ടി കയറി. ആളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ കുറച്ച് മോശം. അതുകൊണ്ട് വല്ലാതെ വൈകിക്കാൻ നിൽക്കാതെ നമുക്ക് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. ആ ശശേര ഇരിക്കേ, ഞാനൊന്ന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെക്കട്ടെ. മോൻ അപ്പോഴത്തേക്കും വരും. നമുക്ക് വന്ന ഉടനെ അങ്ങ് ഇറങ്ങാം. വേഗം വരാം. നീ ഇപ്പൊ എന്താ എങ്ങോട്ട് കയറി പോകുന്നത്? താനേതാ? അച്ഛൻ്റെ ഭക്ഷണമൊക്കെ എങ്ങനെയാ? അത് 3000 ശശി വീട്ടിൽ നിന്ന് കഞ്ഞി കൊണ്ടുവരും. ഓ ആ, അച്ഛൻ കഞ്ഞി കുടിക്കാറുണ്ടോ? അല്ല, അച്ഛൻ കഞ്ഞി കുടിക്കുന്നത് കാണാറുണ്ടോ? കാണാറൊന്നുമില്ല. കുടിച്ചു കഴിയുമ്പോൾ നേഴ്സ് പാത്രം കൊണ്ടുവന്നവരും. ആ അല്ല, വേറൊന്നല്ല. ചിലപ്പോൾ ആൾ പണ്ട് തന്നെ ടാറ്റ പറഞ്ഞ് അത്തൻ്റെ അടുത്ത് എത്തിക്കണം. ഇവർ വെറുതെ കിടത്ത് ചികിത്സിക്കുന്നേ ചില പ്രൈവറ്റുകാരൻ നമ്മങ്ങൂല. ഇവിടെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല സുഭാഷേ. അല്ല, മറ്റേ ആ പ്രാർത്ഥന മെഡിസിറ്റിയിലായിരുന്നെങ്കിലേ ജീവൻ പോയാലും പ്രാർത്ഥിച്ചിട്ടാണെങ്കിൽ അവർ ആളെ തിരിച്ചു കൊണ്ടുവരും. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട്. ശശി വരുമ്പോൾ ഞാൻ പറയാം. ശശിയേട്ടൻ അവിടെ പോയി? അരിമ്പൂര് പോയേക്കോ? അല്ല, ഇപ്പോൾ വരുമല്ലോ അല്ലേ? അല്ല, ഇവിടെ എന്താ ആവശ്യമുണ്ടെങ്കിലും ഞാൻ നിൽക്കാം. വേണ്ട, സുഭാഷ് പൊക്കോ. അല്ല, എനിക്കങ്ങനെ ബുദ്ധിമുട്ടാന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. എനിക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ഞാൻ ഇവിടെ. അല്ല വേണ്ട, കുഴപ്പമുണ്ടായിട്ടല്ല. സുഭാഷ് പൊക്കോ. ആ, എന്നാ പിന്നെ അച്ഛനടുത്തൊന്ന് ബായ് പറഞ്ഞിട്ടേ ഇറങ്ങിയേക്കാം. പോട്ടെ മോനെ. ബായ്. അമ്മേ, ബാഗ് ഞാൻ പിടിച്ചോളാം. നമ്മുടെ ദേഹത്തി വലത്തോട് തിരിഞ്ഞാൽ മതി. ശശിയേട്ടാ, ആ ശശിയേട്ടാ, ഇവിടെ ഞാനാ. വന്നിട്ടുണ്ട്. വരൂ വരൂ. ശശിയേട്ടാ, ഞാൻ നിങ്ങൾ ലിഫ്റ്റിൽ നിന്ന് കുറേ വിളിച്ചു, നിങ്ങൾ കേട്ടില്ലേ? നമസ്കാരം. ആ നമസ്കാരം. അല്ല, ഞാൻ വന്നതേ ആ പ്രാർത്ഥന മെഡിസിറ്റിന്റെ മറ്റേ കാര്യം. ആരാ മനസ്സിലായില്ല? ചെറിയ. ഓ, അരിമ്പൂരുള്ള. അരിമ്പൂരുള്ള. ആ, പെട്ടെന്ന് കത്തിയില്ല. എന്നാ പിന്നെ വേറെ ഒന്നുമില്ല ചേട്ടാ. ഞാൻ വേറൊന്നുമില്ല. അങ്ങോട്ട്. ഓക്കെ. ചോപ്പായിരുന്നില്ലേ?
അല്ല നേരത്തെ ഷർട്ട് ചോപ്പായിരുന്നു. അല്ല ഇവൻ കാലത്തോട്ട് എങ്ങനെയാ? ആണോ? ആണല്ലേ? ആണല്ലോ. ഞാനത് ശരി ചെറുവേ ഞാനങ്ങട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇപ്പൊ പുതിയ ആൾക്കാരുണ്ടല്ലോ, അവരായിക്കോളൂ. ഇനി ഞാൻ എന്തായാലും ഇനി അങ്ങോട്ടില്ല. ശാന്തി അവരവിടെ ഇരുന്നോട്ടെ. എന്തായാലും കാര്യങ്ങൾ നോക്കാൻ നമ്മുടെ ഒരാൾ വേണ്ടേ? വേണമെന്നില്ല. പ്രായമായ ഒരു മോനൊക്കെ ഉണ്ട് അവർക്ക്. അതിന് ആ ചെറുക്കനാണെങ്കിൽ ഇവന്റെ അതേ പകർപ്പ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അറിയാതെ പോലും ആശുപത്രി ഭാഗത്തേക്ക് പോരുത്. രണ്ടിനും കൂടെ ഒരുമിച്ച് കണ്ടാലുണ്ടല്ലോ പിന്നെ നാട്ടുകാരെ ഏറ്റെടുത്തോളൂല്ല. എടാ ഇനി എന്ത് കാര്യം ഉണ്ടെങ്കിലും നീ അങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ആ ചെക്കനും ഇവനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലേ? ഒരു വ്യത്യാസമില്ല. ടിറ്റു കോപ്പി. ആദ്യം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവന്റെ ഇവന്റെ ഹൈറ്റൊക്കെ ഹൈറ്റും വെയിറ്റും എല്ലാം ഒരേപോലെ. ആകെ ഈ മുടിയിൽ മാത്രം കുറച്ച് വ്യത്യാസം. അതിൽ വലിയ കാര്യമൊന്നുമില്ല. നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ അതെ. ആ എന്നാ ഇവള് പോയി നിൽക്കട്ടെ. ചേച്ചിക്ക് അറിയത്തില്ലേ, ആശുപത്രിയുടെ മണം തട്ടിയാൽ തന്നെ എന്റെ പാതി ബോധം പോവും അല്ലേ? അങ്ങനെ ഒരു കുഴപ്പമുള്ളതാ. ആ എന്നാ നീ പൊക്കോ. ഇപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുമല്ലേ, ഒരു സപ്പോർട്ടായിട്ട് വന്നേക്കൂ. എന്തായാലും എന്നെ ഇനി ആരും നോക്കണ്ട, ഞാൻ അങ്ങോട്ടില്ല. എടാ നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം, ആശുപത്രിയിലേക്ക് എന്നല്ല ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത്. സുഭാഷ കണ്ടിട്ട് പോയേക്കുന്നേ. എനിക്കാണെങ്കിൽ ഇതിന്റെ മോന്തം കാണുമ്പോ മതിലെ പിടിച്ചിട്ട് ഒരയ്ക്കാനാ തോന്നുന്നു. മാറവിടെ മാറ്. പക്ക. ഇപ്പൊ ഒരു ഐശ്വര്യം വന്നിട്ടല്ലേ? സുന്ദര നോക്കി രസിച്ചോ. ഇനി ഇത് മതി നിന്റെ ലുക്ക്. അതെ നിങ്ങൾ ക്യാൻറ്റീനിലേക്ക് ചെല്ല്. ഞാനത് കൊടുത്തിട്ടുണ്ട്. ശരി. വാ. റെഡിയാ? ഇത് മതിയാവും. മതി ട്രയൽ അടിക്കാതെ മതി എന്ന് ചേട്ടൻ പറഞ്ഞേ. ആ നിങ്ങൾ ശശിയേട്ടൻ എന്ന് പറഞ്ഞു. ആൾ ഇതുവരെയായിട്ടും കൂടി തിരിഞ്ഞു നോക്കിയാ. അവന്റെ കാര്യം നമുക്ക് അറിയാവുന്നല്ലേ. അവൻ അവിടെ ഓടണം ഇവിടെ ഓടണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവണത്? എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഏത് വരിയിലാണ്? ഇതിലെല്ലാം അതോട്ടാ ശശിയേട്ടൻ്റെ കാര്യത്തില്. അതെ നമുക്ക് എന്തായാലും ശശിയേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട. ആള് പറഞ്ഞ പോലെ ഒരു സൈഡിൽ നിന്ന് പണിയെന്ന് തുടങ്ങാം. നീ തുടങ്ങുന്നു. ഞാനതേ ആൾക്കാരിൽ പെട്ടെന്ന് എത്തിക്കാനുള്ള വഴി നോക്കട്ടെ. നീ ആ ഹരിനെയും സുനിലും വിളിച്ചിട്ടേ ഒരു റൗണ്ട് ഇറങ്ങാൻ പറ്റുമോ നോക്ക്. എടാ ഇവിടെ ഒരു കുനിപ്പിട്ട വന്നായിരിക്കും. അതോട്ടാ എന്താ ഈ ശശിയേട്ടൻ മൊത്തത്തിലൊന്ന് മുങ്ങിയെടുക്കുന്ന ഫീലില്ലേ? എന്ത് മുങ്ങി കിടക്കണ്? നീയല്ലേ അവൻ ആശുപത്രിയിൽ വെച്ച് കണ്ടു സംസാരിച്ചത്? അല്ല അതൊക്കെ ഓക്കെ, എന്നാലും എന്തോ ഒരു കള്ളലക്ഷണമുള്ള പോലെ. ആർക്ക്? അതോട്ടാ ഈ ശശിയേട്ടൻ അനിയനില്ലേ അനി, ഞാൻ അവൻ ആശുപത്രിയിൽ വെച്ചിട്ട് 2 സ്ഥലത്ത് ഒരേ സമയം മാറി അതിലെന്തൊരു ബന്ധികേടില്ലേ? അതിലെന്ത് ബന്ധികേട്? ഈ ഭരതൻ നായർക്ക് വല്ല ചിന്ന വീട് സെറ്റപ്പ് ഉണ്ടോ എന്നൊരു. നീ കയറി കയറി എങ്ങോട്ടേ പോണത്? അതെ നിന്റെ ഈ തൊഴുത്തിക്കുത്ത് സ്വഭാവത്തിന് അടി ആരൊക്കെയാണ് ഓങ്ങി വെച്ചേക്കണെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. അതുകൊട്ടാ ഞാൻ ആ ചെറുക്കനെ ആശുപത്രിയിൽ വെച്ച് 2 സ്ഥലത്ത് ഒരേ സമയം കണ്ടു. എടാ അങ്ങനെ നോക്കണമെങ്കിൽ ഈ 2 സ്ഥലത്തും ഒരേ സമയം നീ ഉണ്ടായില്ലേ? അപ്പൊ നീ രണ്ടെണ്ണം. നീ ഇത് എന്നോട് പറഞ്ഞത് പറഞ്ഞു, ഇനി ആരോടും പറയാൻ നിൽക്കണ്ട കേട്ടാ. 2 ഇടത്ത് 2 ഒരാള് എന്നെ വേറെ എടുത്ത് വെച്ച് വേണ്ട, ഞാൻ 2 പറയും.